ടീച്ചർ അമ്മയിലെ പുതിയ വിശേഷങ്ങൾ കേട്ടാലോ? വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സരസ്വതി ടീച്ചറെ തിരഞ്ഞു വന്ന കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് ടീച്ചറമ്മ കനിയെ പറഞ്ഞു വിടുന്നുണ്ട്. ചെറിയമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് കനി മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാർ. തനിക്ക് സരസ്വതി ഒന്ന് കാണാൻ പറ്റുമെന്ന് സാർ ചോദിക്കുമ്പോൾ കിച്ചൺ വിൻഡോയ്ക്ക് അരികെ നിൽക്കണ ചെറിയമ്മയെ കനി സാറിന് കാണിച്ചു കൊടുക്കുന്നുണ്ടേ. സരസ്വതി ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ സന്തോഷത്തോടെ സാറ് പോയി ഓട്ടോയിൽ നിന്ന് ഒരു കവറെടുത്ത് കനിക്ക് നേരെ നീട്ടി ഇത് സരസ്വതിയുടെ TTC ബാച്ചിൻ്റെ മാഗസിനാണെന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. താൻ ഇതുവരെ അത് കണ്ടിട്ടില്ലെന്ന് കനി പറയുമ്പോൾ ഞാനും കണ്ടിട്ടില്ലായിരുന്നു, ഈ അടുത്താ കിട്ടിയത്. ഇതിൽ സരസ്വതിയുടെ ഒരു ഇംഗ്ലീഷ് പോയമുണ്ട്, എക്കോസ് ഓഫ് എ സൈലന്റ് മൈൻഡ്. ഇത് കേട്ട് ചെറിയമ്മ ഇംഗ്ലീഷ് പോയമൊക്കെ എഴുതുമെന്ന് കനി ചോദിക്കുക. മിക്കവാറും സരസ്വതി ഇതെല്ലാം മറന്നുപോയി കാണും, അവൾക്കിതൊരു സർപ്രൈസ് ആയിരിക്കും, ഇത് കൊടുക്കൂ, വീണ്ടും കാണാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണചന്ദ്രൻ സാർ യാത്ര പറഞ്ഞു പോവുക. ടീച്ചർ അമ്മയും കാര്യമൊന്നും അറിയാതെ ആകാംക്ഷയോടെ ജനലിനടുത്തു തന്നെ നോക്കി നിൽക്കുക. അവളെത്തുമ്പോഴേക്കും ചെറിയമ്മ ആകാംക്ഷയോടെ പിൻവാതിലിനടുത്തെത്തിയിരുന്നു. തൻ്റെ കയ്യിലുള്ള മാഗസിൻ അടങ്ങിയ കവറും പിടിച്ചോണ്ട് എന്താ ഇതൊക്കെ, ഞാനൊന്നും തുറന്നു നോക്കുന്നില്ലേ, വല്ല ലവ് ലെറ്റേഴ്സും വീണാലോ എന്നും പറഞ്ഞ് ചെറിയമ്മയെ കളിയാക്കുമ്പോൾ പോടി അവിടുന്ന്, അദ്ദേഹം എൻ്റെ ടീച്ചറാ, അതുകൊണ്ട് എന്താ സാറിൻ്റെ കയ്യിൽ സൈൻ ചെയ്യാൻ കൊടുത്ത റെക്കോർഡ് ബുക്കൊന്നും അല്ലല്ലോ ഇത്, അപ്പോൾ കഥയൊക്കെ എനിക്ക് മനസ്സിലാവും എന്ന് കനി പറയണ കേട്ട് ഓ നിങ്ങളുടെ ജനറേഷന് അതൊന്നും മനസ്സിലാവില്ല എന്ന് ചെറിയമ്മ പറയുന്നുണ്ട്. ഞങ്ങളുടെ ജനറേഷന് ഒന്നും മനസ്സിലാവില്ലെന്ന് തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ ജനറേഷൻ്റെ പ്രശ്നം എന്ന് കനി പറയുമ്പോൾ എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്തിട്ടുള്ള എന്നിലെ ടീച്ചറെ മോൾഡ് ചെയ്തിട്ടുള്ള ഒരു സാറാ അത്, കൃഷ്ണചന്ദ്രൻ സാർ എന്ന് സന്തോഷത്തോടെ ചെറിയമ്മ പറയണ കേട്ട് സാർ എന്താ പഠിപ്പിച്ചിരുന്നെന്ന് കനി ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെന്ന് ചെറിയമ്മ പറയുമ്പോൾ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ചെറിയമ്മയുടെ ഇംഗ്ലീഷ് കവിതയ്ക്ക് പിന്നിലുള്ള ഇൻസ്പിറേഷൻ. ഇത് കേട്ട് ടീച്ചറമ്മ അമ്പരപ്പോടെ ഇംഗ്ലീഷ് കവിതയോ, ഇംഗ്ലീഷ് കവിത തന്നെ മറന്നുപോയോ, തെളിവെല്ലാം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് മാഗസിൻ എടുത്ത് ടീച്ചറമ്മയെ കാണിക്കുക. അവളുടെ കയ്യിൽ നിന്ന് ആ മാഗസിൻ തട്ടിപ്പറിച്ചെടുത്ത് ചെറിയമ്മ തൻ്റെ കവിത തിരഞ്ഞു നോക്കി വായിക്കുന്നുണ്ട്. കനി ആ ഇംഗ്ലീഷ് പോയം വായിച്ചിട്ട് എൻ്റെ അമ്മോ എന്തുവാ ഇതൊക്കെ, എനിക്ക് ഇത്രയും ദിവസം കഞ്ഞി വെച്ച് തന്നത് ഷേക്സ്പിയർ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് കനി പറയുമ്പോൾ താനിത് എഴുതിയതുപോലും മറന്നുപോയെന്ന് ടീച്ചറും പറയുന്നുണ്ടേ. ഒരു കമലാദാസിനെയാണല്ലോ നമുക്ക് നഷ്ടമായത്. കുഴപ്പമില്ല, ഇപ്പൊ റൂമിൽ വെറുതെ ഇരിക്കുകയല്ലേ, സംഗതി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കത് പബ്ലിഷും ചെയ്യാം എന്ന് കനി പറയുമ്പോൾ ചെറിയമ്മ മാഗസിനൊക്കെ നോക്കി ആശ്ചര്യത്തോടെ സാറിൻ്റെ കയ്യിലിത് ഇപ്പോഴും ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ പുള്ളിയെ വിളിക്കുന്നില്ലെന്ന് കനിയും ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം, ധൃതിയൊന്നുമില്ലെന്ന് ചെറിയമ്മ പറയുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല ചെറിയമ്മേ, ഞാൻ വീണയോടൊന്നും പറയത്തില്ല എന്നവൾ പറയണ കേട്ട് എന്ത് പറയുന്ന കാര്യമാണ് നീ പറയുന്നതെന്ന് ചെറിയമ്മ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഓ ഞാൻ പെട്ടെന്ന് നിങ്ങൾ ആ വിശുദ്ധ തലമുറയാണെന്നുള്ളത് മറന്നുപോയി, വെള്ളത്തിന് മീതെ നടന്നവർ. നിങ്ങളുടെ ജനറേഷനെ ഭയങ്കര കള്ളത്തരമാ, ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, ലോകത്ത് വേറെ ആർക്കും മനസ്സിലാവില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുക. എന്തായാലും ചെറിയമ്മയുടെ സ്വകാര്യതയെ ഞാൻ മാനിക്കുന്നു, ഇനിയൊന്നും ചോദിക്കുന്നില്ലേ എന്ന് കനി പറയുമ്പോൾ മാഗസിനും മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ടീച്ചറമ്മ ചോദിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന കേശുവിനെ കണ്ട് ഡാഡി മക്കണേ, ഇന്ന് ലാലേട്ടൻ്റെ പടത്തിൻ്റെ സെക്കൻഡ് ഷോയ്ക്ക് പോയാലൊന്ന് ചോദിക്കുന്നുണ്ട്. ടിക്കറ്റ് കിട്ടുമോ, ഞാൻ റെഡിയാണെന്ന് കേശു പറയുമ്പോൾ ടിക്കറ്റ് ഓൺലൈനായി എടുക്കണമെന്ന് കനി പറയുന്നുണ്ട്. അവിടെ മാഗസിനും നോക്കിക്കൊണ്ടിരിക്കുന്ന ടീച്ചറമ്മയെ വിളിച്ചോണ്ട് കേശു ഇത്താത്ത നമുക്ക് ലാലേട്ടൻ്റെ പടത്തിന് പോയാലൊന്ന് ചോദിക്കുക, അന്ന് കറങ്ങാൻ പോയതുപോലെയാണോ എന്ന് ചോദിച്ച് ടീച്ചറമ്മയും അതിന് സമ്മതിക്കുന്നുണ്ടേ. ലാലേട്ടനെ കാണുമ്പോൾ താൻ വിസിലടിക്കും, കൂവയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യും, ഇത്താത്ത എന്നെ വഴക്കൊന്നും പറയരുതെന്ന് കനി പറയുമ്പോൾ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അവൾ സെക്കൻഡ് ഷോയ്ക്ക് ലാലേട്ടൻ്റെ പടം ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് കൃഷ്ണചന്ദ്രൻ സാർ തൻ്റെ വീട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിനൊരു കോൾ വരുന്നുണ്ട്. ചായക്കടക്കാരൻ രമണനായിരുന്നു അത്. മാഷിന്റെ വീട് വൃത്തിയാക്കാനായി ഏൽപ്പിച്ച സുരേന്ദ്രൻ ചായക്കടയിൽ വന്നിരുന്നെന്നും താൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്നും അവിടെ എത്തിയൊന്നും ചോദിച്ചുള്ള ചായക്കടക്കാരൻ രമണന്റെ വിളിയായിരുന്നു അത്. അങ്ങോട്ട് വന്നില്ലെന്ന് മാഷ് പറയുമ്പോൾ അവൻ പറഞ്ഞു പറ്റിച്ചോ, നമുക്ക് ഹിന്ദിക്കാരെ തന്നെ നോക്കാമെന്ന് രമണൻ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, സുരേന്ദ്രനാണെങ്കിൽ 2 ദിവസം എനിക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാലോ, ഹിന്ദിക്കാരാണെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ, നമുക്ക് സുരേന്ദ്രൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് മാഷ് പറയുമ്പോൾ രമണൻ അത് സമ്മതിച്ചുകൊണ്ട് കോൾ വയ്ക്കുന്നുണ്ട്.
രാത്രിയിലെ ഫുഡെല്ലാം കഴിഞ്ഞ് കേശു അവിടെ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കനിക്ക് വീണയുടെ കോൾ വരുന്നത്. ഞങ്ങളിതേ കഞ്ഞി കുടിച്ച് എഴുന്നേറ്റതേയുള്ളൂ എന്ന് കനി പറയുമ്പോൾ നിങ്ങൾക്ക് എന്നും കഞ്ഞിയാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. രാത്രിയിൽ വേറൊന്നും വെക്കാൻ താൻ ചെറിയമ്മയെ സമ്മതിക്കാറില്ലെന്ന് കനി പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം അറിയാനാ വിളിച്ചേ, നമ്മുടെ വീട്ടിൽ കള്ളം കയറിയൊന്ന് വീണയുടെ ചോദ്യം കേട്ട് കനി അമ്പരപ്പോടെ കേശുവിനെ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ കേശു കള്ളനായി വന്ന വിവരം വീണ എങ്ങനെ അറിഞ്ഞു എന്ന് അമ്പരപ്പോടെ. നീ എങ്ങനെ അറിഞ്ഞു എന്ന് കനി ചോദിക്കുമ്പോൾ അത് മഹേഷേട്ടനോട് വിഷ്ണുവേട്ടൻ വിളിച്ച് പറഞ്ഞെന്ന് വീണ പറയുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എങ്ങനെയാ ഇതൊക്കെ അറിയുന്നെന്ന് കനി വീണ്ടും ചോദിക്കുമ്പോൾ കള്ളന്മാരെ പിടിച്ചോണ്ട് പോയ പോലീസുകാർ വിഷ്ണുവേട്ടനെ വിളിച്ച് പറഞ്ഞതാണെന്ന് വീണ പറയണ കേട്ട് കനിക്ക് ആശ്വാസമാവുന്നുണ്ട്. ആ തമിഴരുടെ കാര്യമാണ് വീണ പറയുന്നതെന്ന് മനസ്സിലായ കനി ഓ അത് ഞാൻ കരുതി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നീ എന്താ കരുതിയതെന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഞാൻ വേറെന്തോർത്തതാ, അവര് തമിഴന്മാരാണെന്നൊന്നും എനിക്കറിയില്ല. 3 പേരുണ്ടായിരുന്നു, അതിലൊരാൾ മതിൽ ചാടി. അന്നേരം പോലീസുകാർ കണ്ട് അവനെ പിടിച്ചോണ്ട് പോയതാ. ഇത് പിന്നെ ആളില്ലാത്ത വീടായോണ്ട് ഞങ്ങൾക്കിറങ്ങി നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നീ പറഞ്ഞ പോലെ ചിലപ്പോൾ തിരുട്ട് സംഘമായിരിക്കുമെന്ന് കനി പറയുമ്പോൾ മഹേഷിട്ടൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അത് ഉള്ളതാണോന്നറിയാൻ വിളിച്ചതാണെന്ന് വീണ പറയുന്നുണ്ട്. അത് ഉള്ളതാണെന്നും സംസാരിച്ചു നിൽക്കാൻ സമയമില്ലെന്നും ഞങ്ങളെല്ലാവരും കൂടി ലാലേട്ടൻ്റെ എമ്പുരാൻ സെക്കൻഡ് ഷോയ്ക്ക് പോവാണെന്നും കനി പറയുമ്പോൾ നീ ഇതെന്ത് ഭാവിച്ച കനി, നിനക്ക് എല്ലാവരെയും ജയിലിൽ കയറ്റിയാലേ സമാധാനമാവത്തുള്ളൂ എന്ന് വീണ ചോദിക്കുന്നുണ്ടേ. ആഹാ, അതെങ്ങനെയാ ഞങ്ങൾ എമ്പുരാൻ സിനിമ കണ്ടാ നിങ്ങളെല്ലാവരും ജയിലിൽ കയറുന്നേ? എടി അമ്മയും കൊണ്ട് പോകുന്നുണ്ടാ ഞാൻ പറയുന്നത്, നീ ശ്രദ്ധിക്കണേ എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ ഒന്നും പേടിക്കാനില്ല, എൻ്റെ കൂടെ സിനിമയ്ക്ക് വരുന്നതേ ആസ്യ ഇത്താത്തയാ എന്ന് കനി പറയുമ്പോഴേക്കും സന്തോഷ് വരുന്നത് കണ്ട വീണ സന്തോഷേട്ടൻ വരുന്നെന്നും പറഞ്ഞ് പെട്ടെന്ന് കോൾ വയ്ക്കുക. തന്നെ കണ്ടപ്പോൾ എന്തേ ഫോൺ കട്ട് ചെയ്തെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ കനിയാ വിളിച്ചത്. അവളുടെ നാവിന് ഒരു ലൈസൻസും ഇല്ലാത്തതാ, പിന്നെ അതുപോലെ തിരിച്ചു കൊടുക്കണമെങ്കിലേ സന്തോഷേട്ടൻ കേട്ടാ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ സബ്ജക്റ്റ് മാറ്റുന്നുണ്ടേ. പിന്നീട് കാണിക്കുന്നത് സെക്കൻഡ് ഷോയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കനിയെയും ആസി ഇത്താത്തയെയും കേശുവിനെയുമാണ്. അവരാണ് സിനിമയുടെ കഥയൊക്കെ പറഞ്ഞ് കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് വീട്ടിലേക്ക് റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ക്ലൈമാക്സ് ഫൈറ്റില് ഇവൾ എന്തൊരു കൂക്കുവിളിയായിരുന്നു എന്ന് കേശു പറയണ കേട്ട് ആര് ഇവളോ എന്ന് കനി ചോദിക്കുമ്പോൾ അല്ല ബോസ് എന്നവർ രണ്ടും കൂടി വഴക്കടിക്കുമ്പോൾ വഴക്ക് വേണ്ടെന്ന് പറഞ്ഞ് നടുക്കുനിന്ന് ടീച്ചറും അവരെ അകറ്റി നിർത്തുന്നുണ്ട്. എനിക്ക് ലാലേട്ടൻ്റെ ഇടി കസേരയിലിരുന്നൊന്നും കാണാൻ പറ്റത്തില്ല, എന്നാ പൊരിക്കലായിരുന്നല്ലേ പുള്ളി എന്ന് കനി പറയുമ്പോൾ അതിലെ വില്ലൻ എന്ന് വെച്ചാൽ ഇതാണ് വില്ലൻ പൊളി എന്ന് കേശു പറയണ കേട്ട് ഞാനേ ചെറിയമ്മയെ കാണിക്കാൻ പറ്റുന്ന ഒരു സാധാരണ പടമാണെന്നാ വിചാരിച്ചേ, കണ്ടപ്പോഴല്ലേ അറിഞ്ഞേ വേറെ ലെവല് പടം. ചെറിയമ്മയ്ക്ക് ഇഷ്ടമായൊന്ന് കനി ചോദിക്കുമ്പോൾ തിയേറ്ററിൽ പോയി പടം കണ്ട ഓർമ്മ പോലും എനിക്കില്ല എന്ന് ചെറിയമ്മ പറയണ കേട്ട് ഇനി നമുക്കേ ഇത് തുടരാം, ഇതങ്ങ് സ്ഥിരമാക്കാം എന്ന് കനി പറയുന്നുണ്ടേ. കേശുവും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും രാത്രി പടവും കഴിഞ്ഞ് പടത്തിൻ്റെ കഥയും പറഞ്ഞ് ഇങ്ങനെ കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്, അതാണ് മോനെ ഫീല് എന്ന് പറയുമ്പോൾ സത്യമാണതെന്ന് കനിയും സമ്മതിക്കുന്നുണ്ടേ. അവരുടെ രണ്ടുപേരുടെയും നടുക്ക് പർദ്ദയും ഇട്ടുകൊണ്ട് ആസി എത്താത്ത ഈ കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് നടക്കുന്ന ചെറിയമ്മയോടായി ചെറിയമ്മ പടത്തിൻ്റെ ഫീലാണോ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് കനി ചോദിക്കുമ്പോൾ അതിനകത്തെ അടിയും വഴക്കും കുത്തുമൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ടേ. അപ്പോഴാണ് രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങിയ 2 പോലീസുകാർ അവരുടെ ഓപ്പോസിറ്റായി വരുന്നത്. അവർ 3 പേരും കപ്പലണ്ടിയും കുറിച്ചുകൊണ്ട് അലസമായി നടന്നു വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി രാമട്ടിൽ എങ്ങോട്ടാ ഈ പാതിരാത്രിക്ക് എന്നവർ ചോദിക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് പോയതാണെന്ന് കനി പറയുന്നുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാന്ന് ഒരു പോലീസുകാരൻ ചോദിക്കുമ്പോൾ ചെറിയൂരാണെന്ന് കനി പറയണ കേട്ട് ഈ സ്ഥലം അത്ര നല്ലതല്ല, ഒരു ഓട്ടോ പിടിച്ചു വിടണമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. സാർ സിനിമ കഴിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണെന്ന് കനി പറയുമ്പോൾ പർദ്ദയിട്ട് നിൽക്കുന്ന ടീച്ചറമ്മയെ ചൂണ്ടിക്കൊണ്ട് ഇതാരാണെന്ന് ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ടേ. ഇത് ഇത്താത്ത, ആസെ ഇത്താത്ത. ഇത്താത്തയോ എന്ന് പോലീസുകാരൻ വീണ്ടും സംശയത്തോടെ ചോദിക്കുമ്പോൾ ഇത് ഇവൻ്റെ ഉമ്മയാ എന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന കേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കനി പറയുന്നുണ്ട്. അതിന് ഇവനാരാ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും ഇവൻ കേശു എന്ന് കനി പെട്ടെന്ന് പറഞ്ഞു നിർത്തുമ്പോൾ കേസോ എന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സാറേ രാത്രി സിനിമ കണ്ട കേസാവോ എന്ന് കനി വിഷയം മാറ്റിക്കൊണ്ട് ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് കണ്ടുപോയ ഒരു കേസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേശു ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ ഖാലിദാണെന്ന് കനി പറയണ കേട്ട് നീ ആരാണെന്ന് അവർ ചോദിക്കുക. ഞാൻ കനിക സാറേ, എൻ്റെ അയൽവക്കത്താ ഇവർ താമസിക്കുന്നത് എന്നവൾ കൂസലില്ലാതെ പറയുമ്പോൾ നിന്ന് കറങ്ങാതെ പെട്ടെന്ന് വീട്ടിൽ പോ, കഥയൊക്കെ നാളെ പറയാമെന്ന് പോലീസുകാരൻ പറയണ കേട്ട് കനി പെട്ടെന്ന് അവരെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ടേ.
പോലീസുകാരുടെ കൈപ്പെടാതെ രക്ഷപ്പെട്ട ടീച്ചറമ്മ ആശ്വാസത്തോടെ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ത്രില്ല് പൂർത്തിയായത്. പാതിരാത്രിയിലെ സിനിമയും കണ്ട് ഇങ്ങനെ വരുമ്പോൾ പോലീസ് പിടിച്ച് 2 വർത്താനം പറയണം. അതിൻ്റെ ത്രില്ല് ഇപ്പോഴാണ് വന്നതെന്ന് കനി പറയണ കേട്ട് ടീച്ചറമ്മ തൻ്റെ മുഖമറ പൊക്കിക്കൊണ്ട് ആഹാ അത്രയ്ക്ക് ത്രില്ലൊന്നും വേണ്ട എന്ന് പറയണ കണ്ട് എവിടെയൊക്കെയോ CCTV ഉണ്ട്, വെറുതെ റിസ്ക് എടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയുടെ മുഖമറ താഴ്ത്തിയിടുന്നുണ്ട് കനി. പിന്നീട് കാണിക്കുന്നത് കേശുവിനെ രാധയുടെ റൂമിലാക്കി ഗുഡ് നൈറ്റും പറഞ്ഞ് വാതിലടച്ചു പൂട്ടാൻ നിൽക്കുന്ന കനിയെയാണ്. എന്നെ ഇങ്ങനെ പൂട്ടിയിടണോ, ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലെന്ന് കേശു ചോദിക്കുമ്പോൾ നിനക്കേ പെട്ടെന്ന് മനസ്സ് മാറും, അപ്പോൾ നിന്നെ എങ്ങനെ വിശ്വസിക്കാനാ എന്ന് കനി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ ബോസ് എന്നവൻ പറയുമ്പോൾ കനി വാതിൽ മടച്ചോണ്ട് പോകുന്നുണ്ടേ. പിന്നീട് കനി റൂമിലെത്തുമ്പോൾ ചെറിയമ്മ അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ട് കട്ടിലിരിക്കുക. കട്ടിലിലേക്ക് ഇരുന്നോണ്ട് ചെറിയമ്മയുടെ സാറിനെ വിളിച്ചോന്ന് കനി ചോദിക്കുമ്പോൾ വിളിച്ചില്ലെന്ന ചെറിയമ്മയുടെ മറുപടി കേട്ട് ചുമ്മാ മെസ്സേജ് എങ്കിലും അയച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് കനി സംശയത്തോടെ ചോദിക്കുന്നുണ്ടേ. ഇത് കേട്ട് ദേഷ്യത്തോടെ അതെന്റെ സാറാന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചെറിയമ്മ ചോദിക്കുക. അത് വെറും സാറൊന്നുമല്ലെന്ന് എനിക്കറിയാം, ഈ വിഷയത്തിൽ എനിക്ക് PhD ചെറിയമ്മേ, അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കല്ലേ എന്ന് കനി പറയുമ്പോൾ രാവിലെ എൻ്റെ പ്രൈവസിയെ മാനിക്കുന്നു, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞതോ എന്ന് ചെറിയമ്മയുടെ ചോദ്യം കേട്ട് അമ്പടി പറയാനിപ്പോൾ മനസ്സില്ലെന്ന്. നടക്കട്ടെ നിങ്ങളുടെ വിശുദ്ധ ജനറേഷൻ തന്നെ ജയിക്കട്ടെ, എനിക്കറിയാം ഞാൻ പുറത്ത് പോകുമ്പോൾ വിളിക്കാനിരിക്കുകയാണെന്ന് എന്ന് കനി പറയണ കേട്ട് അപ്പോൾ നിനക്കറിയാം പിന്നെന്താന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ടേ. ലൈറ്റ് അണച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് ടീച്ചറമ്മ കിടക്കുമ്പോഴേക്കും ലൈറ്റ് അണച്ചാലേ എനിക്ക് ചെറിയമ്മയുടെ ചമ്മിയ മുഖം കാണാൻ പറ്റില്ലല്ലോ എന്നവൾ പറയണ കേട്ട് ചെറിയമ്മ ചിരിയോടെ എന്തോ ഓർത്ത് ആലോചിച്ചോണ്ട് കിടക്കുക. പിന്നീട് രാത്രിയാവുമ്പോൾ ടീച്ചറമ്മയും തിരഞ്ഞ് വീട്ടിലെത്തുന്ന മോഹനെയാണ് കാണിക്കുന്നത്. താഴെ എല്ലായിടത്തും തിരഞ്ഞ് അവിടൊന്നും കാണാതെ മുകളിലെത്തി ടീച്ചറമ്മയുടെ അടച്ചിട്ട റൂമിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുക. ടീച്ചറമ്മയാണേൽ അകത്ത് പേടിയോടെ നിൽക്കുന്നുണ്ട്. മോഹനാണേൽ ഡോറിൽ മുട്ടിക്കൊണ്ട് വാതിൽ തുറക്ക്, ഇത് ഞാനാ, നീ തുറന്നില്ലെങ്കിൽ തുറക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് സ്പെയർ കീ എടുത്ത് ഡോർ തുറക്കുന്നുണ്ട്. മോഹനെ കണ്ട് അമ്പരപ്പോടെയും പേടിയോടെയും നിൽക്കുന്ന ടീച്ചറമ്മയോടായി നീ ഇനിയും ചത്ത് മണ്ണടഞ്ഞില്ലേടി, ഈ മുറിയിൽ കയറി ഒളിച്ചിരുന്ന ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ, അവനിവിടെ വന്നതും നിനക്ക് ഫോൺ നമ്പർ തന്നതുമൊക്കെ ഞാൻ അറിഞ്ഞു. എടി ഞാൻ പണ്ട് പറഞ്ഞത് നിങ്ങൾ രണ്ടാളും മറന്നുപോയോ, അതോ ഇനി രണ്ടിനും ജീവിതം അടുത്തോ? എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലെങ്കിലും രണ്ടിൻ്റെയും പൂതി തീർന്നിട്ടില്ല, തീർത്തു തരുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അരയിൽ ഒളിപ്പിച്ചു വെച്ച കത്തി എടുക്കുന്നുണ്ട് മോഹൻ. ഒന്നും ചെയ്യാൻ കഴിയാതെ ടീച്ചറമ്മ പേടിയോടെ നിൽക്കുമ്പോഴാണ് സ്റ്റെപ്പ് കയറി കനി മുകളിലേക്ക് വരുന്നത്. ആരാണെന്നറിയാൻ കനി മോഹന്റെ അടുത്തെത്തുമ്പോഴേക്കും ചെറിയമ്മ പേടിയോടെ കനി എന്ന് വിളിക്കുമ്പോൾ മോഹൻ തിരിഞ്ഞുകൊണ്ട് അവളുടെ നേരെ കത്തി വീശുമ്പോൾ അലറി വിളിക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.